ഇറ്റ്സ് എ പ്രിക്കോഷൻ. അങ്ങനെ ഒന്നും സംഭവിച്ചാൽ വരണമെന്നില്ല. ഇല്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഫാമിലിയിലുള്ള ആളുടെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ട്. കാരണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ല. അല്ല. അപ്പം പ്രിക്കോഷൻസ് എടുക്കുക. അതെ, നമ്മൾ അതെ. ഇതാണ് നമ്മളൊരു ബിസിനസ്മാൻമാരോട് പറയാനുള്ളത്. ഇത്തരം നമ്മളെ ഇക്ലിപ്പെടുത്തുന്ന ചില ട്രാപ്പുകൾ ബിസിനസ്സിൽ വരാം. അത് കാരണം നമ്മൾ വളർത്തി വലുതാക്കുന്ന നമ്മളെ കുഞ്ഞിനെ, നമ്മൾ പന്തലിച്ച് വളരണം എന്നാഗ്രഹിക്കുന്ന ഈ ഗോളിനെ നശിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം. അതെ അല്ലേ? അല്ലെങ്കിൽ പിന്നെ അത്രയും തൻ്റെ ഇടമാണ്. എന്ത് വന്നാലും ഞാൻ നേരിടും. ഈ ഒരു കാറ്റഗറിയിലാണെങ്കിലും കുഴപ്പമില്ല. എന്ത് വന്നാലും ഇനി എന്നെ ട്രാപ്പിൽ പെടുത്തിയാലും ഐ ടേക്ക് ദി അക്കൗണ്ടബിലിറ്റി ആൻഡ് ഐ എം ഗോയിങ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഞാനാണ് അതിന് ഉത്തരവാദി. അങ്ങനെ ട്രാപ്പിൽ ഞാൻ പെട്ടുപോയി, അതിൻ്റെ ഉത്തരവാദി ഞാനാണ്. പക്ഷെ ഞാൻ അത് എതിർത്ത് തോൽപ്പിക്കും. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയണം. പക്ഷെ അവിടെ നമ്മളുടെ ഫാമിലി ലിമിറ്റേഷൻസും, ഫാമിലി അറിഞ്ഞാൽ എന്തായാലും, ഭാര്യ അറിഞ്ഞാൽ, കുട്ടി ഇതുകൊണ്ട് വലിയ വലിയ ബിസിനസ്സുകൾ വീണത് നമുക്കറിയാം. അതെ, നമ്മളെ മുമ്പിൽ ചരിത്രങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം കൊണ്ടുവന്നതല്ലോ. അല്ലാതെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല. നമ്മളിങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ ഇതിൻ്റെ പേരിൽ തകർന്നത് നമ്മളെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളത് ഓർമ്മിപ്പിച്ചത്, ഈ ഒരു ഓർമ്മയോട് കൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ബിസിനസ്മാൻമാർക്ക് സംഭവിക്കാവുന്ന ഇത്തരം ചെറിയ ചെറിയ അബദ്ധങ്ങൾ, വലിയ അവരുടെ കുഞ്ഞിനെ തന്നെ കൊല്ലുന്ന രീതിയിൽ വളരുന്നത്. അതെ, 1-2 കാരണം കൂടെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ മാറി നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെയാണ് കാണേണ്ടത്. ആ കുഞ്ഞിന് അപ്പോൾ കുഞ്ഞ് വളരുന്നുണ്ടോ, പ്രോപ്പറായിട്ടാണ് ആ കുഞ്ഞിന് മാക്സിമം നമ്മൾ ഭക്ഷണം എല്ലാം കൊടുക്കുന്നുണ്ടോ, അതിനുള്ള സപ്ലൈ പ്രോപ്പറാണോ എന്നുള്ളതെല്ലാം നമുക്കപ്പോൾ കാണാൻ കഴിയും. എസ്പെഷ്യലി കുഞ്ഞിനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു റൈറ്റ് ഡിസിഷൻ, അല്ലെങ്കിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ തന്നെ ഉടൻ തന്നെ റൈറ്റ് വേ നമുക്ക് ഡിസിഷൻസ്, ചിലപ്പോൾ ചില ലോസ് ആയിരിക്കാം നമുക്കത്, പക്ഷേ നമ്മളത് നേരിടാൻ തയ്യാറായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും. പലപ്പോഴും നമ്മളെ തന്നെ ആ ബിസിനസ്സിൽ കാണുമ്പോൾ ഇതൊന്നും തിരിച്ചറിയാനോ അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ തളർന്നു പോവുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, അതിൽ നിന്ന് ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു രീതിയാണ് നമ്മളുടെ ബിസിനസ്സിനെ നമ്മുടെ ഒരു കുഞ്ഞായിട്ട് അതിനെ കാണുക എന്നുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതെ, ആ കുഞ്ഞിന് മരുന്ന് കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട, ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട, ആ കുഞ്ഞിൻ്റെ വളർച്ച കണ്ട് അതിനാവശ്യാനുസരണം എല്ലാം നൽകേണ്ട ആളുകളാണ് കൂടെയുള്ള ടീം. അതെ, ആ കുഞ്ഞിനെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇവർ വേണം ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. നമ്മൾ കുഞ്ഞായിരിക്കും, ചിലപ്പോൾ ഇവർ തന്നെയാണ് ആക്രമിക്കുന്നതെങ്കിൽ, ഇപ്പോൾ കുഞ്ഞിനെ ഒരു പട്ടി വന്നിട്ട് ഒരു പട്ടി കടിക്കാൻ വരുവാണ്, ഒരു പേപ്പട്ടി കടിക്കാൻ വരുമ്പോൾ ഇയാൾ ആദ്യം ഓടുകയാണെന്ന് വെച്ചോളൂ, നമ്മൾ പിന്നെ അയാൾ നിർത്തിയിട്ട് കാര്യമില്ല. അയാൾ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്, നിർത്തിയിട്ട് കാര്യമില്ല. അയാൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടടുത്ത് ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. ചില സമയങ്ങളിലൊക്കെ ഇവർ തന്നെ അതിനെ അറിയാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതും കാണാറുണ്ട്. അതെ, പക്ഷെ ഇത് നമ്മളെ കൂടെ ഇത്ര കാലം ഉണ്ടായിരുന്നില്ലേ, ഒരുപാട് കാലം നമ്മളെ കൂടെ ഉള്ള ആളായിരുന്നില്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ മാമന്റെ മോനായിരുന്നു, നമ്മുടെ റിലേറ്റീവ്സ് ആയിരുന്നു, അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുട്ടിയെ ആക്രമിക്കാൻ വേണ്ടി അവരെ മുമ്പിൽ ഇട്ട് കൊടുക്കുന്നതും, അങ്ങനെ അതിനെ ഇല്ലാതാക്കുന്നത് കണ്ട് നിൽക്കാനും ഒരുപക്ഷെ ഒരു ബിസിനസ്മാന് കഴിയില്ല. അവൻ പുറത്തിറങ്ങി ഇതിനെ ഒന്ന് നോക്കണം, ശരിക്കാണോ ഇവരെല്ലാം ചെയ്യുന്നത് എന്നുള്ളത്. അതെ, അപ്പോൾ ഇനി വേറെ എന്തെല്ലാം അടുത്തെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു ബിസിനസ് വളരണമെങ്കിൽ സിസ്റ്റം വേണം നമ്മൾ പറഞ്ഞു. അതെ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എപ്പോഴാണ് നമ്മൾ ബിസിനസ്സിൽ ഒരു സിസ്റ്റം കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. എപ്പോഴാണ് നമ്മളുടെ ബിസിനസ്സിൽ ഒരു സിസ്റ്റം കൊണ്ട്, അപ്പം നമ്മൾ ആ ഒരു എപ്പോഴാണ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് കുറച്ച് ക്രൈറ്റീരിയ നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്കിവിടെ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്കുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കാതെ നമ്മൾ 1-2 പോയിന്റ്സ് വെച്ചിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പരാജയപ്പെടും. നല്ലതാണ്, നമുക്കൊരു അനുഭവമാവും, ഇങ്ങനെ ചെയ്താൽ ഇത് പാളി പോകത്തേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാവും. പക്ഷേ നമ്മൾ ഈ പാളലൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരിക്കും. അനുഭവങ്ങളാണ്, ശരിയാണ്, പക്ഷേ എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടേ നമുക്ക് അതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഭയങ്കര അപകടമാണ്. ബിസിനസ് വളരുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇത് തീരുന്നില്ലല്ലോ. പഠനം നമുക്കൊരിക്കലും തീരുന്നില്ല. കൃത്യമായി പലരുടെയും ബിസിനസ്സിനെ പഠിക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിം കാറ്റഗറി ഉള്ളത് പഠിക്കാൻ, അവരുമായി കണക്ഷൻ, കാറ്റഗറി സെയിം, ആ ലെവൽ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഒരു IT കമ്പനി റൺ ചെയ്യുന്നു, ഞാൻ ഈ ഇൻഫോസിസിൻ്റെ ഇപ്പോൾ ഉള്ള സ്റ്റോറി എടുത്തിട്ട് കാര്യമില്ല.
എൻ്റെ ആ ഒരു പ്രായത്തിൽ ഇൻഫോസിസ് എന്തായിരുന്നു, എന്ന അല്ലെങ്കിൽ സ്റ്റോറി അതാണ് എനിക്ക് അവർ അതിൽ നിന്ന് പുറത്തു കടന്നു. അത് അതുപോലെ അനുകരിക്കണം എന്നല്ല, ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ ഉൾക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിവുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഓൺടർപ്രനേഴ്സ് എന്ന് പറയുന്നത്. പഠിച്ച് ന്യൂ കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്ത് അതിൽ ചിലത് ശരിയാവും, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അതും അതിൻ്റെ ഭാഗമാണെന്ന് ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പഠനം. ഈ സാധിക്കും. പഠനം എവിടെ വെച്ച് നിർത്തുന്നു, ഒരു ബിസിനസ് മാൻ പഠനം എവിടെ വെച്ച് നിർത്തുന്നു അവിടെ വെച്ച് അവരുടെ എല്ലാം മെല്ലെ മെല്ലെ നിന്നോളൂ.